ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുമ്പ് 2011 മുതൽ ഒരു ടെലിവിഷൻ സിനിമാ രംഗത്ത് ചെറിയ രീതിയിൽ ഒരു കാലെടുത്ത് വയ്ക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ആർട്ടിസ്റ്റായിരുന്നു, ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഡബ്ബിങ് ചെയ്ത് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്ന സമയത്ത് 2011 കേട്ടോ, അവിടുന്ന് ഞാൻ ഒരുവിധം എല്ലാ ചാനലുകളിലും ഏഷ്യാനെറ്റ്, അതുപോലെ ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ, പിന്നെ കൈരളി, അങ്ങനെ ഒട്ടുമിക്ക സൂര്യ TV, ഒട്ടുമിക്ക ചാനലുകളിലും ഞാൻ കോമഡി ഷോസിൽ ഞാൻ പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ചെറിയ ചെറിയ സിനിമകളിലും ഞാൻ ഒന്ന് മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും 2011 മുതൽ ഞാൻ എൻ്റെ ഈ കലാപ്രവർത്തനം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യമാണ് എന്നെ ഈ ജോലിയിലേക്ക് മാറ്റിയത്. കാരണം നമുക്ക് ആ കോവിഡൊക്കെ വന്ന സമയത്ത് ശരിക്കും ഷൂട്ടില്ലാതെയൊക്കെ ആയപ്പോൾ നമുക്ക് അവസരങ്ങളില്ലാതെയായി. അപ്പോൾ അങ്ങനെ വന്നപ്പം ശരിക്കും വീട്ടിൽ ചേട്ടന് പണിയില്ലാതെയായി. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പം ഇങ്ങനെ ഒരു ജോലിയെ കുറിച്ച് അറിഞ്ഞതും അന്ന് പിന്നെ നമുക്കത് അറ്റൻഡ് ചെയ്യാം, നമുക്കത് വേണം, നമുക്കൊരു മാസവരുമാനം വേണം എന്നുള്ള ഒരു ഇതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഈ ജോലിയെ ഞാൻ സമീപിച്ചത്. അപ്പോൾ പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആ പാഷൻ ഉണ്ട്. എനിക്ക് ഒരു ഡബ്ബിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ ആക്ടിങ്ങും ഇപ്പോൾ ഓരോ കാര്യങ്ങളും എനിക്ക് വരുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ മറ്റ് സ്റ്റേറ്റിൽ പോയതിന് ശേഷം എനിക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് പോകാനൊന്നും സാധിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2023 ഡിസംബറിൽ നമുക്ക് ലീവിന് ഞാൻ നാട്ടിൽ വന്നപ്പം നമ്മളുടെ അടുത്തൊരു സിനിമയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മളൊരു സിനിമയുടെ കാര്യം സംസാരിക്കുമ്പോൾ ആ ചാനലിലെ മറിമായം എന്നൊരു പ്രോഗ്രാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു പരിപാടിയാണത്. ആ ടീം ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ ടീമിൽ തന്നെ സലീം ഹസൻ എന്ന് പറഞ്ഞ സലീംഖാനെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ സലീംഖയാണ് എന്നെ വിളിക്കാനായിട്ട് ഇങ്ങനെ സിനിമയാണ് നമ്മൾ ഡിസംബറിൽ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ലീവ് കിട്ടില്ല എന്നുള്ളൊരു സങ്കടമൊക്കെ വന്നു. പക്ഷേ ഒരു ഡിസംബറിൽ ഞാൻ ലീവിന് ചെന്നപ്പോഴായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ഡേറ്റിൽ ഉണ്ടായിരുന്നു എനിക്കൊരു 5-6 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് അടുപ്പിച്ചിട്ടല്ല, പക്ഷെ ഇങ്ങനെ ഇടവിട്ടിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ വന്നു, ഞാൻ ആ സിനിമ ഞാൻ അഭിനയിച്ചു. അത് നമുക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരുന്നു. കാരണം അതിൽ തന്നെ നമ്മുടെ മറിമായം ടീമിൽ തന്നെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, മനീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ വൈഫായിട്ടാണ് ഞാൻ അതിൽ ഈ സിനിമയിൽ പഞ്ചായത്ത് ജെട്ടി എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ സിനിമ ഈ മാസം 26-ാം തീയതി 2024 ജൂലൈ 26-ാം തീയതി കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ സന്തോഷം നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ പോയിട്ട് കാണണം. അപ്പം എന്താ പറയുക, സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു 4 വർഷത്തിന് ശേഷമാണ് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നത് കേട്ടോ. കാരണം അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് വളരെ സന്തോഷമുണ്ട്. കൂട്ടുകാർ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണം 26-ാം തീയതി. എന്നിട്ട് നിങ്ങൾ തന്നെ വന്ന് ഈ വീഡിയോയുടെ അടിയിൽ എനിക്ക് കമൻ്റ് ഇടണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഓരോ കമൻസും നിങ്ങളാണ് എൻ്റെ തെറ്റുകൾ തിരുത്തി പോകാനുള്ള എനിക്ക് നിങ്ങൾ വഴി കാണിച്ചു തരേണ്ടത്. അപ്പോൾ എൻ്റെ കുറവുകളെ എനിക്ക് നീക്കിക്കൊണ്ട് അടുത്ത നല്ല രീതിയിൽ പോകാനായിട്ട് നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളെല്ലാം എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സിനിമ കുടുംബത്തോടെ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്. നമുക്ക് ഇരുന്ന് ചിരിക്കാം. ഒരു 2 മണിക്കൂർ നമുക്ക് മനസ്സറിഞ്ഞ് തുറന്ന് നമുക്ക് ചിരിക്കാവുന്നതാണ്. ഒരു എന്താ പറയുക, വളരെ സഭ്യമായിട്ടുള്ള സിനിമ എന്ന് തന്നെ പറയാം. കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്തിട്ടുള്ള സിനിമയൊന്നുമല്ല. അതങ്ങനെ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് വന്നിട്ടുള്ള എല്ലാ സിറ്റുവേഷൻ കോമഡിയാണ് അപ്പോൾ അതിലുള്ളത്. പിന്നെ മറിമായ ടീമല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവരുടെ മറിമായത്തിൻ്റെ തന്നെ പ്രേക്ഷകർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ മറിമായത്തിനെ നമ്മൾ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പോലെ തന്നെ ഈ സിനിമയെയും മറിമായ ടീമിൻ്റെ ഈ സിനിമയെയും എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് എന്താ പറയുക, ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു അപേക്ഷ ഞാൻ എല്ലാവരോടും പറയാണ്. മൊത്തമായിട്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കണം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, സീ യു, ബൈ.